ഇതാണ് നമ്മുടെ മോഡല്. ഓക്കെ, അപ്പം മോഡലിൻ്റെ ഫേസ് കണ്ടിട്ടുണ്ടല്ലോ. മോഡലിൻ്റെ സ്കിൻ ടോൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ ടോൺ തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ ടോൺ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതൊരു വോം ഷെയ്ഡാണ്, ഡസ്കി സ്കിൻ ടോൺ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഒരു ഫേസ് കിട്ടിക്കുക. ഈ കുട്ടിയുടെ ഫേസിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ക്ലെൻസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ആൾക്ക് ക്ലെൻസ് ചെയ്തിട്ടില്ല. അപ്പം ക്ലെൻസ് ചെയ്യാൻ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? റെഡ് ടിഷ്യൂ വെച്ചിട്ട് വയ്ക്കും. ആളുടെ വോം സ്കിൻ ടോൺ ആണ്, ഒരു ഡസ്കി സ്കിൻ ടോൺ ആണ് എന്നൊക്കെ പറഞ്ഞു. ആള് ഇപ്പം നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്ന അറിയില്ല, നോക്കിയാൽ കാണാം. ആളെ ഇപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്തിരിക്കുന്ന സമയത്ത് ആൾക്ക് റെഡിഷ്നസ് വരുന്നു. സോ ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആയിരിക്കും? സെൻസിറ്റീവ് സ്കിൻ. ഇപ്പം തന്നെ നമ്പർ 1 നമ്മൾ പഠിച്ചു, സെൻസിറ്റീവ് സ്കിൻ ആണ്. സ്കിൻ ഏതാണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്, ഇപ്പോൾ വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതേ ഉള്ളൂ, വെറ്റ്നെസ് ഫേസിൽ ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഒന്നിന് ഡ്രൈ ടിഷ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഒപ്പിക്കൊള്ളണം. കാരണം ഓയിൽ സെക്രീഷൻ കൂടാൻ ചാൻസ് ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ. ഇങ്ങനെ ഒപ്പി എടുക്കാവും, അല്ലാണ്ട് ഇങ്ങനെ തുപ്പ് ഇങ്ങനെ ആക്കി ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ആ ഓയിൽ ശരിക്കും പറഞ്ഞാൽ കോട്ടണേക്കാട്ടിലും ഏറ്റവും നല്ലത് ടിഷ്യൂ ഇരിക്കുകയാണ്. ഡ്രൈ ടിഷ്യൂസാണ് നല്ലത്, അത് സോഫ്റ്റ്. ഓക്കെ, നമ്മൾ നോർമലി കൈ കൊടുക്കുന്ന ടൈപ്പോ അല്ലെങ്കിൽ സാൻഡ് ടൈപ്പോ ഒന്നും അല്ല, സാധാ ടിഷ്യൂൻ്റെ സോഫ്റ്റ് അത് വെച്ചു. അപ്പോൾ കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് കോട്ടൺ ത്രെഡ്സ് അവരുടെ ഫേസിൽ ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കുക. അത് ഓയിലുള്ളതുകൊണ്ടാണ് ആ ട്രെൻഡിങ്ങിനെ പറ്റി പിടിക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് ആണ് ഇപ്പോഴാണ് റെഡ്നെസ് പോയിട്ടില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഫേസിൽ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്ലെൻസിൻ്റെ ഷുഗറിൻ്റെ ബ്രാൻഡാണ്, ക്ലെൻസിനായിട്ടുള്ള ബ്രാൻഡാണ്. ഇതിൻ്റെ മാസ്ക് എടുക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ഏത് മാസ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആക്ച്വൽ കളർ കിട്ടണം. അതായത് നിങ്ങളുടെ ബ്രഷിൽ ഇതിന് മുമ്പത്തെ ബ്രൈഡിൽ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സ്റ്റെയിൻ ഉണ്ടാവാം, ആ ഫൗണ്ടേഷൻ പിടിച്ചിട്ടുണ്ടാകും. കാരണം നമ്മളെല്ലാം ഫിക്സിംഗ് സ്പ്രേ അടക്കം അടിച്ച് നമ്മൾ ഫേസ് സെറ്റ് ചെയ്താൽ നമ്മുടെ പൗഡർ ബ്രഷ് നമ്മൾ പിന്നെയും ചിലപ്പം ഫൗണ്ടേഷൻ കൊണ്ട് ടച്ച് ചെയ്യാം, കണ്ണിൻ്റെ അടിയോ വല്ലതും ലാസ്റ്റ് ടച്ച് ചെയ്യാം. ഈ സാധനമൊക്കെ ഒരു കാരണവശാലും അവിടെ നിന്ന് ക്ലീൻ ചെയ്യാതെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. കാരണം നോർമൽ ഹെയർസ് ആണ് കൂടുതൽ സിന്തറ്റിക് ഹെയർസിനേക്കാൾ കൂടുതൽ വരുന്നത്. യൂറോപാൻസിൻ്റെ ഒക്കെ ബ്രഷാണെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കണ്ടിട്ടില്ല. ഞാൻ എക്സാമ്പിൾ പറയാം, യൂറോപാൻസിൻ്റെ ബ്രഷാണെന്ന് വെച്ചു. ഫേസിന് നോർമലി ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടി ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി എന്താ ഫേസിൽ ചെയ്യേണ്ടത്? ഈ ഫേസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഫേസ് ആണെന്ന് അറിയാമോ? കാണുമ്പോൾ അതുകൊണ്ടാണ് അറിയുന്നത് ഫേസ് ഹൈഡ്രേറ്റഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതും ഇത് അബ്സോർബ് ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ ആളുടെ ഫേസ് എന്തിനും
എന്താ പറയുക, തയ്യാറെടുത്ത് നിൽക്കുക, എന്തും ഫേസ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുക. ഇനിയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കേട്ടോ. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതായിരിക്കും നമുക്ക് കിട്ടുന്ന C2പിന്നെ ജെൽ പ്രൈമറാണ്, മാറ്റ് ഫിനിഷാണ്. ജെൽ പ്രൈമേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് ഓയിലാണോ മാറ്റാണോ ചെക്ക് ചെയ്യണം. അത് നോക്കണം. ഞാൻ എന്താ പറയുക, എന്ത് സാധനം എടുക്കുമ്പോഴും നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒന്ന് നോക്കണം, എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് എന്താ ചെയ്യാം, വലിയ കണ്ണാണ്, ക്രീസിൽ നമുക്ക് കാണാം, വിസിബിളി കാണാം. ഐബോൺ ഏതാണെന്ന് നമുക്ക് കാണാം. ഇതാണ് ഐബോൺ. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെയാണെന്നുള്ളത് കാണാം. നമുക്ക് അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഐബ്രോയും നമ്മുടെ കണ്ണും തമ്മിൽ വലിയ അകലം തോന്നാത്തിടത്ത് മാത്രമാണ് നമ്മൾ ക്രീസ് ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതങ്ങനെയല്ലോ, ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. സോ ക്രീസ് ലൈൻ്റെ ആവശ്യം അങ്ങനെ വേണം നമ്മൾ നോക്കാൻ. എല്ലാവർക്കും ക്രീസ് ലൈൻ ക്രിയേറ്റ് ചെയ്യണ്ട, മറിച്ച് കാണാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രം ക്രിയേറ്റ് ചെയ്താൽ. ഞാൻ എല്ലേകളുടെ എടുക്കുകയാണ്. എല്ലേകളുടെ കൂടെ കണ്ടുള്ളപ്പോൾ എപ്പോഴും ബ്രഷ് ഉണ്ടാവും ഞാൻ ടിപ്പിൽ തന്നെ. പക്ഷെ ചിലപ്പം എക്സ്ട്രാ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് ലെൻസ് വെച്ച് കാണിക്കാം. നിങ്ങൾ ആപ്ലിക്കേറ്റർ വെച്ച് ലെൻസ് യൂസ് ചെയ്യുന്ന കാണിച്ചു തന്നില്ലല്ലോ. സോ ഞാനൊരു ലെൻസ് വെച്ച് കാണിക്കാം. ഇനി നമുക്ക് ഹൈലൈറ്റിംഗ് കൊടുക്കാം. ഈ ബ്രഷ് നമ്മൾ എടുക്കണം, ബ്ലെൻഡിങ് ബ്രഷാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് കയറാതെ നമുക്ക് വളരെ മിനിമലായിട്ടുള്ള പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോണ പാലറ്റ് റെവല്യൂഷൻ്റെ പാലറ്റാണ്. ഇതാണ് പാലറ്റ്. നല്ല മാറ്റ് ഫിനിഷുള്ള കളേഴ്സാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ കൂളായിട്ടുള്ള കളേഴ്സ് കൊടുക്കണം, നാച്ചുറൽ ഒരു ഹെൽത്തി സ്കിന്ന് തോന്നണം എന്ന് പറഞ്ഞിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? അണ്ടർ ഐ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കളേഴ്സ് ആക്ച്വലി എല്ലാ പാലറ്റ്സിലും എല്ലാ കളേഴ്സും ഇല്ല. പക്ഷേ ഈ പാലറ്റിൽ നമുക്ക് ഒരുമാതിരി എല്ലാ ഷെയ്ഡ്സും വന്നിരിക്കുന്നുണ്ട്. നല്ല കളർ കോമ്പിനേഷൻസ് ആണ്. കാരണം അത്രയും നല്ല കളർ കോമ്പിനേഷൻസ് അല്ല. നമുക്കിപ്പോൾ ബ്ലാക്ക് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഇപ്പം ലൈനേഴ്സിന് പകരം നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യാറുണ്ട്. സോ അതിനുള്ള ബ്ലാക്ക് ഉണ്ട്. ഹെൽത്തി സ്കിന്നിന് കൊടുക്കുന്ന 2 ഷെയ്ഡ്സ് ഉണ്ട്, പിങ്കും ഉണ്ട്, ഒരു ബ്രൗണി ഷെയ്ഡ്സും ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബ്രാൻഡ്സിൽ, ഒരു ഹെവി ബ്രാൻഡ്സിലൊക്കെ, പ്രീമിയം ബ്രാൻഡ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളർ ഷെയ്ഡ്സും ഉള്ളൊരു പാലറ്റാണ് ഈ റെവല്യൂഷൻ്റെ ഈ പാലറ്റ്.
സ്മൂത്ത് രണ്ട് ഫിനിഷും ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രഷിൻ്റെ ഈ എന്താ പറയുക ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്, അതിൻ്റെ ഡിഫറൻസിയേഷൻ അനുസരിച്ച് രണ്ടിനും രണ്ട് ലുക്കാണ് കിട്ടാൻ പോകും. പറ്റുന്നുണ്ടോ? സെയിം കളറ്, ഒന്നും വ്യത്യാസമില്ല. ആകെ വന്നേക്കുന്ന വ്യത്യാസം 2 ബ്രഷ്, ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആപ്ലിക്കേഷന് ഡിഫിക്കൽട്ട് ഒന്നുമല്ല, ബ്രഷിൻ്റെയാണ്. സോ ഏറ്റവും മിനിമൽ പ്രൊഡക്റ്റ് വരുന്നത് യൂറോ പാരസിൻ്റെ 142, ഇതാണ് ബ്രഷ് നമ്പർ. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും സ്മൂത്തായിട്ട്, കാരണം അത് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് മോഡലിലായിരിക്കും. മോഡലോട് വെച്ചാൽ രണ്ട് കണ്ണിൽ ഇതിൽ വരുമ്പം ഭയങ്കര റഫ് ഫീലായിരിക്കും ആൾക്ക് കിട്ടുക. ഈ ബ്രഷിൽ ഭയങ്കര സ്മൂത്ത് ഫിനിഷ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ബ്ലെൻഡ് ആവും. അതാ കണ്ണിൽ കുറച്ച് ബ്ലെൻഡ് കുറവായിരിക്കും. അത് ഗ്രീനൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഗ്രീൻ എഴുതുന്നില്ല. പക്ഷെ നമ്മൾ ഗ്രീൻ ഐലൈനർ വേണമെങ്കിൽ കൊടുക്കാം. ലൈനർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ലൈനറോ ജെല്ലോ നമുക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ലൈൻ ചെയ്യാൻ കൊടുക്കാം. പക്ഷെ ആൾക്ക് നമുക്കിപ്പോൾ ഒരു ഗോൾഡൻ വിത്ത് റെഡ് കൊടുക്കാം. രണ്ട് ബ്രഷാണ് വീണ്ടും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. റിയൽ ടെക്നിക് എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്, നമ്മൾ ബേസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ പഠിക്കുന്ന ബ്രഷാണിത്. ഈ ബ്രഷിലാണ് ഞാൻ ആദ്യം പ്രഭ ചെയ്തത്, ഇത് വെച്ചിട്ടാണ്. സോ ഇതിൽ ആള് എക്സസ് കളഞ്ഞിട്ടും വന്നേക്കുന്ന പ്രൊഡക്റ്റാണത്. സോ അത് ബ്ലെൻഡ് ആയിട്ടില്ല പ്രോപ്പർലി, അതുകൊണ്ടാണ് അത്രയും എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് അവിടെ വന്നേക്കുന്നത്. ഏതാ സൈഡിൽ യൂറോ പാരസിൻ്റെ 119 ഈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡ് ചെയ്തത്. സോ ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ആയി. ഇനി എന്ത് ചെയ്യാൻ പോവാം? നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലാഗ് കൊടുക്കാൻ പറഞ്ഞില്ലേ? യൂസ് ചെയ്യാണ്. ഷുഗറിൻ്റെയും C2Pയുടെയും ട്രാൻസ്ലൂസിങ് പൗഡർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ കൺവീനിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നല്ല ട്രാൻസ്ലൂസിങ് പൗഡേഴ്സാണ്. ഇത് നമ്മൾ സെറ്റിംഗ് പൗഡറായിട്ട് യൂസ് ചെയ്യുക. ഫൗണ്ടേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ട്രാൻസ്ലൂസിങ് പൗഡർ ഇടാൻ പോകുന്നത്.
ഗ്ലോ ഫിനിഷ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് തരികയല്ല കേട്ടോ.